Hello guys, welcome to our channel EB Fun World. ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മോൻ്റെ ഹെയർ കട്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം മോനും അനിയനും കൂടെയാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഇവർ പോകുന്നത്. ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. സാധാരണ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പം അനിയൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. 1-2 തവണയെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്നും അവൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞേക്കാന്ന് കരുതി. നോമ്പൊക്കെ അല്ലേ, എനിക്ക് ഭയങ്കര മടിയായി പോവാൻ. അപ്പോൾ അവനെ അങ്ങ് ഏൽപ്പിച്ചു. സ്ഥിരമായിട്ട് ഇവൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന ഡേയ്സാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആശാന് എല്ലാ മുക്കും മൂലയും അറിയാം. അവർ സെറ്റ് ചെയ്ത സീറ്റിൽ നേരെ പോയിട്ട് ഇരിക്കുന്നുണ്ട് ആൾ. ഇന്ന് നമ്മൾ ഇവൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ 1-2 സബ്സ്ക്രൈബേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പം അത് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഇവരെ 2 പേരെയും പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ പറഞ്ഞ സമയത്ത് തന്നെ അനിയൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് 0-ലിട്ട് ചെയ്യണോ 1-ലിട്ട് ചെയ്യണോ എന്നുള്ളത്. എനിക്കെന്ത് 0? ഞാൻ പറഞ്ഞു 0 ഒന്നും വേണ്ട, 1-ലിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച അത്ര മുടി പോയിട്ടില്ല. ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ പറഞ്ഞു ഇതിനാണ് 0-ലിട്ട് ചെയ്യാന്ന് പറയാന്ന്. അങ്ങനെ വീണ്ടും അവർ പോയിട്ടാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു രീതിയിൽ ഹെയർ ആയിട്ടുള്ളത്. പിന്നെ നമ്മളടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഷോപ്പിലെ എല്ലാ സീറ്റും ഫുള്ളാണ്. അപ്പം അവർക്കും ഡിസ്റ്റർബൻസ് ആവും, നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആണ് എല്ലാവരും ഉള്ള സമയത്ത് അങ്ങനെ ഓൺ വോയിസ് ആയിട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ. പിന്നെ ഭയങ്കര നോയ്സായിരുന്നു. ഈ ഷോപ്പ് വരുന്നത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് റോട്ടുമെന്നുള്ള ശബ്ദം വേറെ, പിന്നെ ഇവർ ഉപയോഗിക്കുന്ന മെഷീനറീസിൻ്റെ സൗണ്ട് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്, ക്ലിപ്പിലുള്ളത്. ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരം ഇവർ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്കാണ്. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചോദിച്ചിരുന്നു 0-ലിട്ട് ചെയ്യണോ എന്നുള്ളത്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലായത്. അങ്ങനെ ഈ ഒരു ഹെയറും കൊണ്ട് ഇവർ വീട്ടിൽ വരികയാണ്. വരുന്ന വഴിയിൽ അവനെ നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. മിഠായും എന്തൊക്കെയോ വാങ്ങിയിട്ട് അത് കഴിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയല്ല ഉദ്ദേശിച്ച്, മുടി തീരെ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് വീണ്ടും ആ ഷോപ്പിലേക്ക് തന്നെ അവനെ കൊണ്ടുപോയി. അങ്ങനെ അവർ വീണ്ടും 0-ലിട്ടിട്ട് അവൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റൈലിൽ ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, പൊതുവേ എനിക്ക് ഇവൻ്റെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല മീൻസ് ഇവൻ്റെ ഫേസിന് ഈ ഒരു ഹെയർ കട്ട് ഒട്ടും സ്യൂട്ടാവില്ല. ഒന്നെങ്കിൽ 1 സൈഡോ അല്ലെങ്കിൽ 2 സൈഡോ ആ ഒരു ടൈപ്പാണ് ഇവൻ്റെ ഹെയർ. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്, ആ ഒരു ടൈപ്പ് സ്റ്റൈലാണ് ഇവന് മാച്ച് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റൈല് വെട്ടിക്കലേ കുഞ്ഞായിരുന്ന സമയത്താണ് ഈ അപ്പാച്ചി സ്റ്റൈലൊക്കെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ അവരുടെ സ്കൂളിലും ഇത് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.